നമസ്കാരം. പിണറായി വിജയനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നേടാൻ വേണ്ടി പി ശശി ശ്രമിക്കുന്നുണ്ടോ? ആരാണ് പി ശശി? ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഏറ്റവും പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 2005 ഫെബ്രുവരി 2 ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് അവിടെ നിന്ന് ലാവ്ലിൻ രേഖകളും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും അടക്കമുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മരുമകൻ ഗുണ്ടകളോടൊപ്പം വന്ന് തട്ടിക്കൊണ്ടുപോയ ചരിത്രം കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ശേഷം പിന്നീട് ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നതിൻ്റെ വിദ്വേഷം തീർക്കാൻ മാത്രമല്ല, എൻ്റെ അടുത്ത് പിണറായി വിജയനെതിരെ ശക്തമായ തെളിവുകൾ കൈവശമുണ്ടെന്ന് കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച ആളാണ് പിണറായി വിജയൻ. മാത്രമല്ല, അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി 2005 ഫെബ്രുവരി 14 എന്നെ കൊല്ലാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ച കാര്യം ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതിൽ കോടതി അന്വേഷണ ഉത്തരവിട്ടു. ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച കൊട്ടേഷൻ ടീം, ആ കൊട്ടേഷൻ ടീമിനെ അദ്ദേഹം പിൻവലിക്കുകയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിണറായി വിജയൻ്റെ പേര് വരും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ കാരണം. ഇവിടെയാണ് പിണറായി വിജയൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ്റെ മകളോ ഭാര്യയോ കേസുകളിൽ പെടുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം ഏർപ്പെടാറില്ല. പകരം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന രൂപത്തിൽ കൊലപാതകം നടത്തുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഗുണ്ട മാഫിയ പ്രവർത്തനം നടത്തുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കറിയാം, ടി.പി. ചന്ദ്രശേഖർ വധക്കേസിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് അവസാന ഘട്ടത്തിൽ ഓപ്പറേഷൻ സക്സസ് എന്നുള്ള രൂപത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നീങ്ങുന്ന ഒരാളാണ്, പിടുത്തം കൊടുക്കാത്ത ഒരാളാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പിടുത്തം കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാവ്ലിൻ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. പക്ഷേ ആ ഡിസ്ചാർജ് പെറ്റീഷൻ വാങ്ങി സുപ്രീം കോടതി വരെ അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തെളിവുകൾ കൊണ്ട് തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പിണറായി വിജയനെ വിമർശിച്ചു എന്നുള്ള പേരിൽ കേസെടുപ്പിക്കാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. കാരണം പിണറായി വിജയനെ വിമർശിച്ചു എന്നുള്ള പേരിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല ഒന്നാമത്തെ കാര്യം. കാരണം ഒരു മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ വിമർശിച്ചാൽ അത് കലാപമുണ്ടാകുമെന്നുള്ള പേരിലൊന്നും ഒരു തരത്തിലും കേസെടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പറ്റി വിമർശിച്ചാൽ പോലും കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്താണ് കേരളത്തിലെ ഓൺലൈൻ പത്രമാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയൻ മേപ്പാടി ദുരന്തത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശിച്ചു എന്നുള്ള പേരിൽ കേസെടുത്തിട്ടുള്ളത്. കേരളത്തിലെ മിക്ക ചാനലുകൾക്കെതിരെയും കേസെടുത്തു. എന്തിന്? നമ്മുടെ കിറ്റക് സാബുവിനെതിരെ പോലും കേസെടുത്തു. അദ്ദേഹം ഒരു വയനാട് ദുരന്തത്തിൽ തെറ്റായ വിധത്തിലുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തതിന്, ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തതിന്, അതായത് 2219 കോടിയുടെ കള്ളക്കണക്ക് എഴുതി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചതിനെതിരെയും തുടർന്ന് ഹൈക്കോടതിയിൽ ആ ഡോക്യുമെൻ്റ് എത്തിച്ചതിനെതിരെ അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന് ആദ്യം കർമ്മയ്ക്കെതിരെ കേസെടുത്തു. പിന്നീട് ഇതിനെ വിമർശിച്ചിട്ടുള്ള ഷാജസ്കറിയ, മാർനാടൻ മലയാളി, അതേപോലെ സൂരജ് ബാലക്കാരൻ, I2I സുനിൽ, സുമേഷ് മാർക്കോപ്പോളോ, അങ്ങനെയുള്ള മിക്ക ചാനലുകൾക്കെതിരെയും കേസെടുത്തു. അവസാനം എനിക്കെതിരെയും കേസെടുത്തു. ഒരു കേസല്ല എടുത്തത്, 4 കേസാണ് എടുത്തിരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് എറണാകുളം സൈബർ ക്രൈമിലേക്ക് അയച്ചതെന്നറിയില്ല. കോഴിക്കോടേക്കാണ് അയക്കേണ്ടത്. എന്നാൽ സൈബർ ക്രൈം പോലീസ് എടുത്ത കേസുകളുടെ എണ്ണം 4. കേസ് നമ്പർ 12/2024 FIR നമ്പർ. അതിൽ പറയുന്നത് കിറ്റക് സാബു അതിൽ പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം 192 വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് കേസെടുത്തിരിക്കുന്നത്, FIR പറയുന്നത്. രണ്ടാമത്തെ കേസ് മേപ്പാടി ദുരന്തത്തിൽ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും വിമർശിച്ചു. അതുകൊണ്ട് കലാപമുണ്ടാകാൻ പോകുന്നു എന്നുള്ള പേരിൽ 192 വകുപ്പ് പ്രകാരം തന്നെ വീണ്ടും കേസെടുത്തിരിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും 2 കേസുകൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നോട് ഇന്ന് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മേപ്പാടി ദുരന്തത്തിലെ കള്ളക്കണക്കിനെതിരെ ക്രൈം ശക്തമായ ഭാഷയിൽ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് കലാപം ഉണ്ടാക്കുന്നു എന്നുള്ള പേര് 192
അതോടൊപ്പം 356(2) അപകീർത്തി ഉണ്ടാക്കി പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഒരു കേസും കൂടി എടുത്തിരിക്കുന്നു. അത് ക്രൈമിൻ്റെ പ്രജിത എന്ന് പറയുന്ന അവതാരിക. അതേപോലെ 26/12 നമ്പറിലുള്ള FIR-ലെ 2 പേരെയും കൂടെ FIR-ലെ പ്രതിയാത്തിന് ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ. അതേപോലെ 40/2024 എന്നുള്ള നമ്പറിൽ ഇപ്പോൾ അവസാനം എടുത്ത കേസിൽ ഇന്ന് എന്നോട് ഹാജരാൻ പറഞ്ഞ കേസിൽ എടുത്തിരിക്കുന്നത് 192 സെക്ഷൻ BNS വകുപ്പ് 192, അതേപോലെ 356(2) വകുപ്പാണ്. 392 എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കുക, മറ്റേത് 356(2) എന്ന് പറയുന്ന അപകീർത്തി ഉണ്ടാവുക. ഈ കേസുകളിലെല്ലാം തന്നെ ഞാനാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി ഇവിടെയുള്ള വനിതാ സ്റ്റാഫാണ് 2 കേസുകളിൽ, ഒരു കേസിൽ പ്രജിതയാണുള്ളത്. അപ്പം ഈ കേസുകളിലെല്ലാം തന്നെ വിശേഷത എന്താ അറിയോ, ഈ കേസുകൾ ബെയിലബിൾ ഒഫൻസാണ്. ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ ഇവരെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും നടത്തിയുള്ള കലാപരിപാടി എന്ന് പറയുന്നത് ഓഫീസിൽ കയറുക, ഓഫീസിലും വീടുകളിലും കയറിയിട്ട് അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ, ക്യാമറ തുടങ്ങിയുള്ള സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഓഫീസിന് അവിടെയുള്ള ആളുകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റെയ്ഡ് നടത്തി, അതേപോലെ വീടുകളിലുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇനി മേലിൽ പിണറായി വിജയനെ പറ്റി ശബ്ദിക്കരുത് എന്നൊക്കെ ഉദ്ദേശത്തിലാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന രൂപത്തിലാണ് ഈ കേസെങ്കിലും ഇതൊന്നല്ല ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹം ചില പോലീസ് ഓഫീസർമാരോട് പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകളിൽ ഓൺലൈൻ ചാനലുകൾക്കെതിരെ കേസെടുത്തു എന്നാണ് വരുന്നതെങ്കിൽ, ദുർബലമായ കേസാണെങ്കിലും ഇതിലൊക്കെ തന്നെ പിണറായി വിജയൻ കൂട്ടിക്കയറി നിൽക്കണം. പിണറായി വിജയൻ കൂട്ടിക്കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ഇതിലപ്പുറം ഇഷ്ടമില്ലാത്തൊരു കാര്യമില്ല. അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ വരുന്ന കേസുകളിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി കളയും. അദ്ദേഹത്തിൻ്റെ പേരിൽ നേരിട്ട് കേസെടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. ഇവിടെ എല്ലാം തന്നെ പിണറായി വിജയനാണ് എതിർകക്ഷിയായിട്ട് വരുന്നത്. അദ്ദേഹത്തെ വിമർശിച്ചു എന്നാണ്. അപ്പോൾ ആര് കൂട്ടുകയറി നിൽക്കണം? പിണറായി വിജയൻ കയറി നിൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കൂട്ടുകയറി നിൽക്കുന്ന ഒരു കേസുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. എൻ്റെ പേരിൽ കേസെടുത്തോട്ടെ, എനിക്ക് പിണറായി വിജയനെ വിസ്തരിക്കാൻ കിട്ടുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന് കാരണം. രണ്ടാമത് P ശശിയെ വിസ്തരിക്കാൻ കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സന്തോഷം. അപ്പം അങ്ങനെ കേസെടുപ്പിച്ച, അതായത് നിർബന്ധപൂർവം തിരുവനന്തപുരത്ത് നിന്ന് നിർദ്ദേശം കൊടുത്ത് ശക്തമായി വാണിംഗ് കൊടുത്തിട്ടാണ് സൈബർ ക്രൈം പോലീസ് എറണാകുളം കേസെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇവിടെ സുമേഷ് മാർക്കോപ്പോളയ്ക്കെതിരെയോ സൂരജ് പാലക്കാരനെതിരെ ഏറ്റുമാനൂർ പോലീസിലോ, അതേപോലെ ഷാജൻ സ്കറിയയ്ക്കെതിരെ തിരുവനന്തപുരത്ത് പേട്ട പോലീസ് സ്റ്റേഷനിലോ, അതേപോലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ, അതേപോലെ കർമ്മയ്ക്കെതിരെ എടുത്ത കേസിലോ ഒക്കെ തന്നെ എല്ലാ കേസിലും ഉണ്ടായിട്ടുള്ളത് I2I സുനിലിനെതിരെ എടുത്ത കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിലോ ഒക്കെ തന്നെ പിണറായി വിജയനെ വിസ്തരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് ഞാനൊക്കെ. അതുകൊണ്ട് അതിൻ്റെ മറുവശം എന്താണ് എന്നറിയാമോ? ഇത്തരത്തിൽ ഈ കേസ് എങ്ങനെയായാലും എന്നെപ്പോലുള്ള ഒരാൾ, അതേപോലെ ഷാജൻ സ്കറിയെപ്പോലുള്ള ഒരാൾ, അതേപോലെ മറ്റു ചാനലുകളെല്ലാം തന്നെ കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിക്കുമ്പോൾ തീർച്ചയായും ശക്തമായ രൂപത്തിൽ ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശങ്ങൾ വരും. അങ്ങനെ പരാമർശങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ ആരാണ് അവിടെ മുഖ്യമന്ത്രിയാൻ പോണത്? നമ്മുടെ പ്രിയങ്കരനായ, ആരറിയൂ, കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ, പെണ്ണുപിടിയനായ P ശശിയാണ്. അദ്ദേഹത്തിൻ്റെ കാസറ്റാണ്, സെക്സ് കാസറ്റാണ് എൻ്റെ ഓഫീസിൽ നിന്ന് 1999 ജൂൺ 30 അർദ്ധരാത്രി എടുത്തുകൊണ്ടുപോയത്. അന്ന് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാതി ഈ P ശശിയാണ് എഴുതിയുണ്ടാക്കി ശോഭന ജോർജിന് കൊടുത്ത് ഉമ്മൻചാണ്ടി, കാർത്തികേയൻ, ആര്യാട മുഹമ്മദ്, PP തങ്കച്ചൻ ഇവരോടൊപ്പം തന്നെ എല്ലാ ഗ്രൂപ്പുകളെയും കൂടിയും കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രി EK നായർക്ക് കൊടുപ്പിക്കുന്നത്. എന്നിട്ട് അന്ന് തന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കി തിരുവനന്തപുരത്ത് 144/99 എന്ന നമ്പറിൽ കേസെടുപ്പിച്ചു. എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസെടുത്തു. എന്നെ കോഴിക്കോട് വീട്ടിൽ നിന്ന് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു. അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിലാണ് അറസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ആ കേസ് ഹൈക്കോടതി കൃത്യമായി കോശയുക മാത്രമല്ല, അതിൽ P ശശിയുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ശോഭന ജോർജിനെ കരുവാക്കി 2 പോലീസ് ഓഫീസർമാർ ഭരണകൂട ഭീകരത കാണിച്ചു എന്നാണ് കേസിൽ പറയുന്നത്. അതിനെതിരെ ഞാൻ കേസ് കൊടുത്തു. എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു. കൂടാതെ തിരുവനന്തപുരം CJM കോടതിയിൽ P ശശി 1ാം പ്രതിയായിക്കൊണ്ട്
കേസ് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ഈ സംഭവം വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് എതിർകക്ഷിയായി വരുന്നത്. പോലീസാണ് ഇതിൻ്റെ കംപ്ലൈൻ്റായി വരുന്നതെങ്കിൽ യഥാർത്ഥ ആളെന്ന് പറയുന്നത് നമ്മൾ വിസ്തരിക്കേണ്ടത് പിണറായി വിജയനെയാണ്. അപ്പം നിരന്തരമായി 10-12 കേസുകളിൽ പിണറായി വിജയന് കോടതി കയറാനുള്ള കൂട്ടിക്കയറി നിൽക്കാനുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രത്യേകമായി ഇവിടെ അറിയിക്കേണ്ട കാര്യം. എന്തായാലും ഈ കാര്യത്തിൽ പി ശശിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയനൊന്ന് കൂട്ടിക്കയറി വിസ്തരിക്കണമല്ലോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ കോടതിയിൽ നിന്ന് ശക്തമായ വിമർശനം വരുമ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയാവുന്നത്? പി ശശിയായിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഗോവിന്ദനൊന്നും ഒരു ഗോവിന്ദനുമല്ല. ഗോവിന്ദൻ്റെതിരെയും ഗോവിന്ദൻ്റെ ഭാര്യയ്ക്കെതിരെയും ഗോവിന്ദൻ്റെ മകനെതിരെയും ശക്തമായ തെളിവുകളുള്ള പല സംഭവങ്ങളുണ്ട്. അതൊക്കെ പി ശശിയുടെ കൈവശമുണ്ട്. പിണറായിക്കെതിരെയും പിണറായിൻ്റെ കുടുംബത്തിനെതിരെയും സകല സാധനമാരെടുത്തിട്ടുണ്ട് പി ശശിൻ്റെ കൈവശമുണ്ട്. പോലീസിനെയാണ് നിയന്ത്രിക്കുന്നത്. എല്ലാ ഫോണുകളും ചോർത്തുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ആരാ ഉള്ളത് പാർട്ടിയിൽ? ഇപ്പം ബാക്കി ആരുമില്ല. 2ാം നിര 3ാം നിരയായി പോയി. ഇപ്പം പാർട്ടിയെ ഇപ്പം ശ്രീയിൽ വിമതർ പോയി കയറി പിടിച്ച് അവിടെ ഭരണം അട്ടിമറിച്ചില്ലേ? ഇതേപോലെ പി ശശി ഒരു ദിവസം നമുക്ക് കേൾക്കാം മുഖ്യമന്ത്രിയായി പി ശശി അധികാരമേറ്റു എന്ന് പറയുന്ന കാര്യം. കാരണം ബാക്കിയെല്ലാം മന്ത്രിമാർക്കെതിരെയും CPM നേതാക്കന്മാർക്കെതിരെയും ശക്തമായ തെളിവുകളെല്ലാം പി ശശി കരുതി വെച്ചിട്ടുണ്ട്. അവരെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പി ശശി മുഖ്യമന്ത്രിയാവാനുള്ള തത്രപ്പാടിലാണ് എന്നുള്ള വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. അത് ശരിയാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്കെതിരെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഓൺലൈൻ ചാനലുകൾക്കെതിരെയെല്ലാം കേസെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരിക്കലും നിലനിൽക്കാത്ത കലാപമുണ്ടാക്കുന്നു എന്നുള്ള പേര്, വാർത്ത പ്രസിദ്ധീകരിച്ചാൽ കലാപമുണ്ടാക്കുന്നു എന്നുള്ള പേരിലുള്ള കേസ്. എന്നെ നേരത്തെ ഇതേപോലെ ഒരു കേസ് എടുത്തിരുന്നു. ഇതിൽ സിൽവർ ലൈൻ കാര്യത്തിൽ ധർമ്മടത്തുള്ള ഒരാൾ, ഒരു CPM-കാരൻ നടത്തിയ ഒരു വാർത്ത, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചതിന് എനിക്കെതിരെ കേസെടുത്തപ്പോൾ എറണാകുളം ACGM കോടതി പറഞ്ഞത് എൻ്റെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ എല്ലാം എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ എൻ്റെ കോടതി പറഞ്ഞു എല്ലാ സാധനം വിട്ടുകൊടുത്തേക്ക്, ഈ കേസേ നിൽക്കില്ല, ഈ വകുപ്പേ നിൽക്കില്ല എന്നുള്ളത്. ഈ വകുപ്പേ നിൽക്കില്ല എന്ന് പറയുന്ന രേഖയാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ എനിക്കെതിരെ എടുത്ത കേസുകളുടെ FIR കോപ്പികളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഷാജൻ സ്കറിയ മറ്റുള്ളവർക്കെതിരെ എടുത്ത കേസുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഓരോ കേസുള്ളൂ. എനിക്ക് 4 കേസാണ്, 4 FIR ആണ് എൻ്റെ പേരിലിട്ടുള്ളത്. ഇതിലപ്പുറം സന്തോഷം വേറെ എന്തെങ്കിലും വേണോ? ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് കേരളത്തിലെ പിണറായി വിജയൻ ഓൺലൈൻ ചാനലുകളെ വേട്ടയാടുന്ന ഭീകരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്, അതും കൂടിയാണ് പി ശശി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.